ഹലോ നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വോയിസോട് കൂടിയിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. ഇനി നമ്മൾ കടച്ചക്ക ഫ്രൈ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു. കുട്ടികൾക്ക് ഇവിടെ ഫ്രൈ ചെയ്ത് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് ദിവസമായി അതിവിടെ ഇരിക്കുന്നു. അപ്പോൾ കടച്ചക്ക ഫുള്ളായിട്ട് എടുക്കാനുള്ള കാര്യമൊക്കെ ഞാൻ വിട്ടുപോയി, മറന്നുപോയി. അതാ തൊലി കാണിച്ചേ. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഇത്തിരി ഗരം മസാല, പിന്നെ അതിലേക്ക് ഉപ്പ് പാകത്തിന് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. കൈമിലൊക്കെ കുറേ സ്ക്രാച്ചുകളും പാടുകളൊക്കെ ഉണ്ട്. ഒന്ന് കരുതേത് തൊട്ടോ വൃത്തിയില്ലായ്മ ഒന്നല്ല, അത് പൊള്ളിയതാ. കുറച്ച് ദിവസമേ ആയുള്ളൂ, അതങ്ങ് മാറുന്നില്ല. പിന്നെ ഇത് നമ്മൾ മസാലയൊക്കെ തേച്ച് മാറ്റി വെച്ചതിന് ശേഷം സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് മസാലയൊക്കെ തേച്ച് വെച്ച് കടച്ചക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത്തിരി കറിവേപ്പില അതിൻ്റെ മുകളിലേക്കൂടെ നമുക്കൊന്ന് വിതറി കൊടുക്കുക. എന്നിട്ടത് പാകമായ ശേഷം പിന്നെ അത് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. പാകമായതിന് ശേഷം വറുത്ത് കോരിയെടുക്കുക. കോരി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് കറിവേപ്പിലൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതാണ് ഇന്നത്തെ കടച്ചക്ക ഫ്രൈ.